നീതി കിട്ടാൻ എന്ന വ്യാജേന ഒരുപാട് പേർക്ക് നീതി നിഷേധിക്കുന്ന ഒരു പരിപാടിയുടെ പേര് തന്നെയാണ് ഹർത്താൽ അഥവാ ആ ഓമനപ്പെട്ട് വിളിക്കുന്ന ബന്ദ്. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം കഴിഞ്ഞിട്ടും നമുക്കും നമ്മുടെ നാട്ടിനും ഒരു മാറ്റവുമില്ല. അന്ന് തൊട്ട് തീണ്ടായ്മയും മതവും ജാതിയും വർഗവും വർണ്ണവും എല്ലാം ഇന്നും പല രീതിയിൽ തന്നെ ഇവിടെയുണ്ട്. ഹിന്ദുവിനെ മാത്രം മതേതരത്വം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന നാടാണിത്. മറ്റുള്ളവരെല്ലാവരും മതേതരക്കാർ, ഹിന്ദു മാത്രം വർഗീയവാദി. ഈ ഹർത്താൽ നടത്തുന്ന സംഘടനകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞ് നേതാക്കളായവരുടെ ഒരു കൂട്ടമാണ്. അവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളാണ് മൊത്തം സമൂഹ മാധ്യമങ്ങളിൽ. ഇതാണോ മതേതരത്വം? എന്താണ് ഈ മതേതരത്വം? എന്തൊക്കെയോ പഠിപ്പിച്ച് മതേതരന്മാരാക്കിയവരാണ് ഇവരെയൊക്കെ നമ്മൾ. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി ജയിക്കാനാകുമോ? അങ്ങനെ പറ്റുമോ എന്ന് നേതാക്കന്മാർക്കറിയാം. അപ്പോൾ അവർ വീണ്ടും ആ മതേതരവാദത്തിന് തിരികൊളുത്തും, വർഗീയവാദത്തിനും അതുപോലെ തിരികൊളുത്തും. വർഷങ്ങളായി ഇത് തന്നെയാണ് നാം കാണുന്നത്. അട്ടപ്പാടിയിലെ മധുവിനെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോഴും വാളയാറിൽ 2 കുരുന്ന് പെൺകുഞ്ഞുങ്ങളെ കൊന്നു കെട്ടിത്തൂക്കിയപ്പോഴും ഒക്കെ ഇന്ന് ഹർത്താൽ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെന്നും അവിടെ കണ്ടതേയില്ല. എവിടെയായിരുന്നു അഭിമന്യു മരണപ്പെട്ടപ്പോൾ? RCCയിൽ ഒരു രോഗിക്ക് ഡേറ്റ് കിട്ടാനേ വളരെ പാടാണ്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഒരു ഡേറ്റ് കിട്ടി അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റദ്ദായിപ്പോയാൽ ആ രോഗിയുടെ അവസ്ഥ എന്താകും? അന്നേ ദിവസം തന്നെ ആ ഡോക്ടറെ കണ്ട അത്യാവശ്യമായ രോഗിയാണെന്ന് കൂടി ഓർക്കണം. ആ നീതി മനസ്സിലാക്കാത്ത കൂട്ടർ എന്തടിസ്ഥാനത്തിലുള്ള ഒരു ക്യാൻസർ രോഗിയോട് ഈ വിധം ഹർത്താൽ എന്ന ഹുങ്ക് കാട്ടിയത്? ഒടുവിൽ സ്വമേധയാ കേസെടുക്കാൻ കോടതി തന്നെ പറഞ്ഞു, കോടതി തന്നെ വേണ്ടി വന്നു. അപ്പോൾ പോലീസ് ഒന്നനങ്ങി. അങ്ങനെ മനസ്സോടെ പോലീസ് അറസ്റ്റ് ചെയ്ത ആ ഹർത്താൽ നേതാവിനെ വധശ്രമത്തിന് മാത്രമല്ല UAPA ചുമത്തി പിടിച്ചകത്തിട്ടിരിക്കണം. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് പോലീസ് മുഖം രക്ഷിക്കുകയും വരുത്. നാം ചാനൽ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കടയുടമയെ വടികൊണ്ട് കുത്തുന്നവനെയും രാവിലെ ആഹാരം വച്ച ഹോട്ടലുകാരൻ അടുത്ത് കളഞ്ഞ് കടടയ്ക്കാൻ പറയുന്നവനെയും ആക്രോശിക്കുന്നവനെയും നിരത്തിൽ കുത്തിയിരുന്ന തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്തെ ആ സ്വാതന്ത്ര്യ സമര സേനാനികളെയും വാഹനം മുടക്കികളെയും ഒക്കെ. ഇവനൊക്കെ ഗതി പിടിക്കില്ല ഒരിക്കലുമെന്ന് പറഞ്ഞ് ജനം വീണ്ടും വായിൽ അങ്ങ് ശപിച്ചങ്ങ് കളയും. ഇനി അങ്ങനെ ഉണ്ടാകരുത്. ഭരണവർഗത്തിൻ്റെ പിടിപ്പേട് കൊണ്ടാണ് ഈ അവസ്ഥ ഇത്തരമൊരു ഉപരോധത്തിലേക്ക് പോകുന്നതെങ്കിൽ ആ ഭരണവർഗത്തോടാകണം നിങ്ങളുടെ പ്രതിഷേധം. അല്ലാതെ അധികാരമില്ലാത്ത വോട്ടവകാശം മാത്രം കയ്യിലുള്ള പാവം ജനം, അവർ ഒന്നും അറിയാതെ നിരത്തിലിറങ്ങുമ്പോൾ, ഒന്നും അറിയാതെ സ്വന്തം കുഞ്ഞിനൊരു കൂടി ബിസ്ക്കറ്റ് വാങ്ങാൻ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിരത്തുകൾ ബ്ലോക്കാണെങ്കിൽ എന്ത് സംവരണം? അതുകൊണ്ട് എന്ത് ഗുണം? സാമ്പത്തിക സ്ഥിതി മാത്രം നോക്കിയാകണം സംവരണം, അതും പരിശോധിക്കണം. ഹർത്താൽ നടത്തിയാൽ നീതി കിട്ടുമെന്ന് ആരാണ് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത്? സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവർ, ദിവസക്കൂലിക്കാർ, ഓട്ടോ ഓടിക്കുന്നവർ, മറ്റ് പല മേഖലകളിലുള്ള തൊഴിലാളികൾ, നമുക്കറിയാം, നമ്മൾ ലേമാൻ എന്ന് വിളിക്കും, സാധാരണക്കാർ. ഇവരുടെയൊക്കെ കുടുംബമാർഗമാണ് ഒരു ദിവസത്തെ പൊതുഗതാഗതം തടസ്സപ്പെട്ടാൽ അടഞ്ഞു പോകുന്നത്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയും മുറ്റത്തെ മുല്ല, ഇസാഫ് തുടങ്ങിയ മറ്റ് ബാങ്കുകളിലെ അടവടയ്ക്കാൻ വേണ്ടിയും 24 മണിക്കൂറും വിയർപ്പൊഴുക്കുന്ന കഷ്ടപ്പെടുന്നവരുടെ വയറ്റത്താണ് ഈ ഹർത്താലുകാർ ചവിട്ടുന്നത്. നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയും അത് കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് ആരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും? ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതറിയാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകില്ല. നീതി നൽകുന്ന സ്ഥലം കോടതിയാണ്. ഹർത്താൽ നടത്തി കുപ്രസിദ്ധിയാണോ വേണ്ടത്, അതോ നീതിയാണോ വേണ്ടത്? നീതിയാണ് വേണ്ടതെങ്കിൽ സമീപിക്കേണ്ടത് അതേ കോടതി തന്നെയാകണം. അല്ലാതെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാകരുത് ഈ കോപ്രായങ്ങൾ. ഹർത്താലിന് ഇനി എങ്ങോട്ട് ആഹ്വാനം ചെയ്യുന്നവരിൽ നിന്നും മൊത്തം നഷ്ടം ഈടാക്കണം. കൂടാതെ ഹർത്താലിന് അനുകൂലമായി പ്രചരണം നടത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും നഷ്ടപരിഹാരം ഈടാക്കിയുള്ള നടപടി വേണം. നമ്മുടെ പ്രതിഷേധം കാണിക്കേണ്ടത് പാവം നാട്ടുകാരുടെ നെഞ്ചത്തല്ല, മറിച്ച് ഭരണകൂടത്തിന് നേരെയാണ്. അവരാണ് നമ്മെ ഭരിക്കുന്നത്, അവരാണ് നമ്മുടെ സേവകർ. അതിനായി സെക്രട്ടേറിയറ്റും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളും വേണം ഉപരോധിക്കാൻ, വേണ്ടി വന്നാൽ മാത്രം. ഒരു പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നവർക്കും കടകളടപ്പിച്ച് ഹർത്താൽ നടത്തുന്നവർക്കെതിരെ UAPA ചുമത്തി വേണം കേസെടുക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ,
ഒരു ബസ്സിന് കല്ലെറിഞ്ഞാൽ ആ കണ്ടാലറിയുന്നവരെ പിടിച്ചു നിർത്തി അവർക്കെതിരെ കേസെടുത്ത് ആ ബസ്സിനുണ്ടാകുന്ന നഷ്ടപരിഹാരം, ആ KSRTC ബസ്സിനുണ്ട് നഷ്ടപരിഹാരം ഈടാക്കാം. പക്ഷേ ഒരു സ്വകാര്യ മുതൽ നശിപ്പിച്ചാലോ? പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിലെ കേസുണ്ടാകുക. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കപ്പെടാറുണ്ട് നിരവധി. സ്വകാര്യ സ്വത്ത് മാത്രമല്ല, അനാവശ്യമായ റോഡ് ഉപരോധം കാരണം എത്ര പേരുടെ വിലപ്പെട്ട ഓരോ നിമിഷങ്ങളാണ് നഷ്ടമാകുന്നത്. അങ്ങനെ വന്നാൽ അവർക്കും വേണ്ടേ നഷ്ടപരിഹാരം. അങ്ങനെയെങ്കിൽ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഗതികെടുന്ന പൊതുജനങ്ങൾക്ക്, അത് സ്വകാര്യ സ്ഥാപനമായാലും പൊതുസ്ഥാപനമായാലും സ്വകാര്യ വ്യക്തിയായാലും ഔദ്യോഗിക വ്യക്തിയായാലും ഭരണ നിർവഹണത്തിന് പോകുന്ന വ്യക്തിയായാലും, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന നഷ്ടത്തിന് ഈ ഹർത്താൽ അനുകൂലികൾ തന്നെ സമാധാനം പറയേണ്ടി വരും. അവർ തന്നെ നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. കോടതി അതിനുള്ള ദയവെങ്കിലും ഒന്ന് കാണിക്കണം.